നമ്മുടെ മജ്‌ലിസിൽ ഒരുപാട് അമലുകള് വീടുണ്ടാവാന്, കടങ്ങൾ വീടാന്, രോഗങ്ങൾ മാറാന്, മുറാദുകൾ ഹാസിലാകാന്, ജോലി നേടാന്, ഇങ്ങനെ നിരവധി അമലുകൾ പറയുമ്പോൾ പലരും ചോദിക്കുന്നതാണ് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന അമലുകൾ പറയണം എന്ന് പറഞ്ഞിട്ട്. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന അമലാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഞങ്ങളുടെ ജോലി തിരക്ക് കാരണം ഞങ്ങൾക്ക് പറയുന്ന അമലുകളൊക്കെ പൂർത്തീകരിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അതൊക്കെ ഞങ്ങൾ ചെയ്യാം. എന്നാലും എളുപ്പമുള്ള അമലുകൾ കൂടെ പറഞ്ഞാൽ ജോലി തിരക്കുകൾക്കിടയിലും ചെയ്യാൻ സാധിക്കും. വളരെ ലളിതമല്ലേ അത് എന്ന് പറഞ്ഞു ചോദിച്ച ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ അവരുടെ ദൈനംദിന കാര്യങ്ങളിലേക്ക് വരുന്ന പല പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ അമലുകളാണ് എന്ന് പറയുന്നത്. ഇതൊക്കെ നിങ്ങൾ എഴുതി വെച്ച് കൃത്യമായി ഉപയോഗപ്പെടുത്തിയാൽ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ കാരണമാകും. അത്രമേൽ മഹത്വമുള്ള അമലുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിലേക്ക് ചേർക്കാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ നേരിട്ട് കാണാനുള്ള കൺസൾട്ടേഷൻ ഡേറ്റ്സ് വരുന്നത് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. എല്ലാ ചൊവ്വാഴ്ചകളിലും ഇല്ല, ഉള്ളത് ചൊവ്വാഴ്ചയാണ് എന്നാണ് അർത്ഥം. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്ക് ശേഷമാണ്. അങ്ങനെ ഞായറാഴ്ച 10 മണിക്ക് ശേഷം ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ സാധിക്കുക. വളരെ പെട്ടെന്ന് തന്നെ വിളിച്ചാൽ മാത്രമാണ് ലഭിക്കുക. കാരണം ഒരുപാട് ആളുകൾ വിളിച്ച് നേരത്തെ ബുക്ക് ചെയ്യുമ്പോൾ ബുക്കിംഗ് വളരെ പെട്ടെന്ന് തീരുന്നുണ്ട്. 10 മണിക്ക് ഇരുന്നാൽ ചിലപ്പോൾ 12 മണിന്റെ ഉള്ളിൽ തന്നെ ഫുൾ ബുക്കിംഗ് ആകുന്നുണ്ട്. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കണം, ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ക്യാൻസലേഷൻ മറ്റൊക്കെ വരികയാണെങ്കിലാണ് പിന്നീട് അവസരം ഉണ്ടായിരിക്കുക. അല്ലാഹു നമുക്ക് ഖൈറുകൾ ചെയ്യാനുള്ള, ഖൈറാത്തുകളിലേക്ക് അടുക്കാനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും നമ്മൾ ഇതേപോലെ അപ്ഡേഷൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഈ വർഷവും അറിയിക്കുകയാണ്. നമ്മുടെ മക്കൾക്കൊക്കെ സ്കൂളിലെ ആനുവൽ എക്സാം കഴിഞ്ഞ് അവർ പുതിയ അധ്യയന വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ആത്മീയാന്തരീക്ഷത്തിൽ ദീനീ ചിട്ടയിൽ നല്ല മക്കളെ വളർത്തണമെന്നാഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ ദർസിലേക്ക് ചേർക്കാവുന്നതാണ്. നമ്മൾ ഇവിടെ നിന്നവർക്ക് മതവും ഭൗതികവും അവർക്ക് ആവശ്യമുള്ള എല്ലാ വിഷയങ്ങളും അവരുടെ കഴിവിനനുസരിച്ച് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. തികഞ്ഞ അച്ചടക്കത്തോടുകൂടെ മാതാപിതാക്കൾ ആരാണ്, ഉമ്മയാരാണ്, ഉപ്പയാരാണെന്ന് മനസ്സിലാക്കി അറിഞ്ഞ് നല്ല രൂപത്തിൽ പെരുമാറുന്ന നല്ല സ്വഭാവമുള്ള മക്കളാക്കിയിട്ട് നമുക്ക് തിരിച്ചു തരാൻ സാധിക്കും. ഇതിനോടകം തന്നെ നമ്മുടെ ദർസിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾ വിവിധങ്ങളായ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. വിവിധങ്ങളായ തലങ്ങളിൽ ഫസ്റ്റ് റാങ്ക് ഉൾപ്പെടെ നേടിയവരുണ്ട്. SSLC +2 തുടങ്ങിയ ക്ലാസ്സുകളിലൊക്കെ നല്ല മാർക്ക് വാങ്ങിച്ചവരുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ വിശ്വാസത്തോടുകൂടെ ഏൽപ്പിച്ചു തരാവുന്നതാണ്. നമ്മുടെ ദർസിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങളുടെ വീഡിയോസും മറ്റുമൊക്കെ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാകും. നല്ല മക്കളായി വളരാൻ നല്ല രൂപത്തിൽ തന്നെ അവരെ ചെറുപ്പത്തിലേ വളർത്തണം എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മളൊക്കെ വിചാരിക്കും 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ചേർക്കുക, അതൊക്കെയല്ല അതിൻ്റെ ഒരു ടൈം എന്ന്. അല്ല, നമ്മുടെ കാലം അങ്ങനത്തെ ഒരു കാലമാണ്. മക്കളെ നേരത്തെ ചേർത്തുമ്പോഴാണ് അവർ ആ രൂപത്തിൽ നമുക്ക് കിട്ടുള്ളൂ. 10ാം ക്ലാസ്സൊക്കെ കഴിയുമ്പോഴേക്ക് നാട്ടിലൊക്കെ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ കൂട്ടുകെട്ടൊക്കെ ആയാൽ പിന്നെ അവർ ദർസിലേക്ക് വരാൻ കൂട്ടാക്കൊന്നുമില്ല. നമ്മൾ പലപ്പോഴും കാണുന്നതാണ്. ഇപ്പോഴത്തെ ഒരു കാലം അറിയാലോ, കള്ളിനും കഞ്ചാവിനും ലഹരിക്കും മദ്യത്തിനൊക്കെ അടിമപ്പെട്ട് കുത്തഴിഞ്ഞ് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നല്ല രൂപത്തിൽ നല്ല ചിട്ടയിൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് നാളെ നമ്മുടെ ഖബറും പുറത്ത് വന്നിട്ട് സലാം പറയുന്ന സ്വാലിഹീങ്ങളായ മക്കളാവണമെന്നല്ലേ. ഇൻഷാ അല്ലാഹ് താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അഡ്മിഷൻ എന്ന് ടൈപ്പ് ചെയ്താൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ആവശ്യമുള്ള സംശയങ്ങളൊക്കെ അതിൽ ചോദിക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ അഡ്മിഷന് പേര് തരണം. നമ്മൾ നിശ്ചിത ആളുകളെ മാത്രമേ എടുക്കുള്ളൂ എന്നുള്ളത് അറിയിക്കുകയാണ്. സൂറത്തുൽ ഫാത്തിഹയെ കുറിച്ച്, ഫാത്തിഹയുമായി ബന്ധപ്പെട്ട ചില അമലുകളാണ് നമ്മൾ ഇന്ന് പറയുന്നത്. സൂറത്തുൽ ഫാത്തിഹ എന്ന് പറയുമ്പോൾ ഫാത്തിഹ ഓതാത്ത ഒരു നിസ്കാരമേ ഇല്ല എന്നുള്ളതാണ്. ഫാത്തിഹ പഠിക്കൽ അനിവാര്യമാണ്, നിർബന്ധമാണ്. ഫാത്തിഹ പഠിക്കാതിരിക്കാൻ പാടില്ല. നിർബന്ധമായിട്ടും ഫാത്തിഹ പഠിച്ചിരിക്കണം. അതെങ്ങനെ പഠിച്ചിരിക്കണം? എങ്ങനെയെങ്കിലും പഠിച്ചാൽ പോരാ. ഫാത്തിഹ അതിന്റെ അക്ഷരശുദ്ധിയോടുകൂടെ, അതിന്റെ മഖ്റജ് ശ്രദ്ധിച്ച് തജ്വീദോടുകൂടെ ഫാത്തിഹ
ഓതാൻ പഠിക്കൽ ഓരോ മുസ്ലിമിന്റെ മേലിലും നിർബന്ധമായ ബാധ്യതയാണ്. ആ ഫാത്തിഹ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നിരവധി അമലുകളുണ്ട്. ഇൻഷാ അല്ലാഹ് 21 അമലുകൾ നമ്മൾ പറയുന്നുണ്ട്. ആ 21 അമലുകളിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള അമലുകൾ കടന്നു വരും. അതുകൊണ്ട് തന്നെ ഈ 21 അമലുകളും എഴുതി വെച്ചാൽ അത് കൂടുതൽ ഉപകാരപ്പെടും. നമ്മൾ മുമ്പ് ഈ വിഷയത്തിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഫാത്തിഹ പൊതുവെ രോഗങ്ങൾക്ക് ശിഫയാണ്. അത് വലിയ വലിയ വിഷയങ്ങൾക്ക് പരിഹാരമാണ്. ഒരു രോഗിയെ ഫാത്തിഹ ഓതിയിട്ട് മന്ത്രിക്കുക എന്നുള്ളത് ആ രോഗിയുമായി ബന്ധപ്പെട്ട എല്ലാ രോഗങ്ങളും മാറാനും ശരീരത്തിന് ഉന്മേഷം വരാനൊക്കെ കാരണമാകും. അതാണ് സൂറത്തുൽ ഫാത്തിഹ. ഫാത്തിഹ നമുക്ക് ഓതലും പഠിക്കലൊക്കെ നിർബന്ധമായ കാര്യവും കൂടെയാണ്. ഇൻഷാ അല്ലാഹ് കൂട്ടത്തിൽ നമുക്ക് ഫാത്തിഹയുടെ അത്തരം അമലുകളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. സൂറത്തുൽ ഫാത്തിഹ ബിസ്മി ചേർത്ത് 41 പ്രാവശ്യം ഓതി ഏതെങ്കിലും രോഗിയെ മന്ത്രിച്ചു കഴിഞ്ഞാൽ ആ രോഗിക്ക് ആശ്വാസം വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ പറയുമ്പോൾ തന്നെ കൃത്യമായി മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്താലേ നല്ല ഫലമുണ്ടാകും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഫാത്തിഹ എന്നൊക്കെ പറയുമ്പോ ഒരുപാട് പേരുകളുണ്ട് ഫാത്തിഹയ്ക്ക്. ഒരു കാര്യത്തിന്, ഒരു വസ്തുവിന്, ഒരു വിഷയത്തിനൊക്കെ നിരവധി പേരുകൾ ഉണ്ടായിരിക്കുക എന്നുള്ളത് ആ വിഷയത്തിന്റെയും കാര്യത്തിന്റെയും വസ്തുവിന്റെയും അളമത്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. അത്രമേൽ മഹത്വം അതിനുണ്ടായത് കൊണ്ടാണ് അത്രയും പേരുകൾ അതിന് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫാത്തിഹ വലിയ സവിശേഷമായതാണ്. സുബ്ഹ് നിസ്കാരത്തിന്റെ ഫർളിനും സുന്നത്തിനും ഇടയിൽ നമ്മൾ സുബ്ഹ് നിസ്കാരം നിസ്കരിച്ചു കഴിഞ്ഞാൽ സുബ്ഹിന്റെ സുന്നത്ത് നിസ്കാരം നിസ്കരിച്ച് അതിന്റെ ഫർള് നിസ്കരിക്കുന്നതിന്റെ തൊട്ടു മുമ്പായിട്ട്, അത് പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കുന്ന പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു 15-20 മിനിറ്റ് ഗ്യാപ്പ് അവിടെ ഉണ്ടാകും. സഹോദരിമാരും സ്ത്രീകളൊക്കെ ആണെങ്കിൽ അവരുടെ വീട്ടിൽ നിന്ന് സുബ്ഹ് നിസ്കാരം നിസ്കരിക്കുന്നതിന്റെ തൊട്ടു മുമ്പുള്ള സുന്നത്ത് നിസ്കാരം നിസ്കരിച്ചു കഴിഞ്ഞ് 41 പ്രാവശ്യം ബിസ്മി ചേർത്ത് ഫാത്തിഹ മുടങ്ങാതെ ഓതുന്ന ഒരു പതിവ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായാൽ പല അത്ഭുതങ്ങളും അവർക്ക് കാണാൻ സാധിക്കും. ആരിഫീങ്ങളിൽ അള്ളാഹുവിലേക്ക് അടുത്ത് ജീവിച്ച വലിയ വലിയ സൂഫി ചക്രവാളങ്ങളിൽ വിരാജിക്കുന്ന വലിയ വലിയ മഹത്തുക്കളൊക്കെ അത് പതിവായി കൊണ്ട് നടക്കുന്നവരായിരുന്നു. അവരുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങളും അത്ഭുതങ്ങളും സംഭവിച്ചത് ഇത്തരം അമലുകൾ അവർ ജീവിതത്തിൽ ഉൾപ്പെടുത്തുന്നത് കൊണ്ടാണ്. നമ്മളിവിടെ ഒരുപാട് അമലുകൾ പറയുമ്പോൾ ചില ആളുകൾക്കൊക്കെ ഒരു ചെറിയ കൺഫ്യൂഷൻ വരുന്നുണ്ട്. അത് ഞാൻ ഏതോ ഒരു ആള് അഭിപ്രായപ്പെട്ടത് ഞാൻ കണ്ടു. എന്താണ് അതിൽ എഴുതിയെന്ന് ചോദിച്ചാൽ, നമ്മളൊരു വീഡിയോയുടെ അമല് പറഞ്ഞപ്പോ ആ ആയത്തുകൾ ഓതണം എന്ന് പറഞ്ഞപ്പോ ഇത് മുമ്പ് ഓതിയിരുന്നു, പിന്നീട് മറ്റൊരു അമലിനെ കുറിച്ച് ഉസ്താദ് പറഞ്ഞപ്പോ ആ സമയത്ത് ഈ അമല് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അത് മാറ്റിവെച്ചു എന്ന് ഒരു കമന്റില് കണ്ടു. നമ്മുടെ നാക്കുകൾ എപ്പോഴും ദിക്റുകളെ കൊണ്ട് ധന്യമായിരിക്കണം. ഓരോ അമലുകളും നമ്മൾ ചെയ്യുമ്പോൾ അതുമായിട്ട് നമുക്കൊരു ബന്ധമുണ്ടാകും. അപ്പൊ അത് നമുക്ക് ഇങ്ങനെ പരിചയമായി വന്നു കഴിഞ്ഞാല് പിന്നെ അത് നോക്കി ഓതേണ്ട ആവശ്യം അല്ലെങ്കിൽ കൂടുതൽ സമയം അതിന് ചെലവഴിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. തുടക്കങ്ങളിലൊക്കെ കുറച്ച് പ്രയാസം ഉണ്ടാവും, കാരണം ഓതി റെഡിയായി വരാണ്ടല്ലോ, പിന്നീട് അത് പ്രയാസം ഉണ്ടാവില്ല. അപ്പൊ ഓരോ അമലുകൾ പറയുമ്പോഴും അത് മാക്സിമം എല്ലാം കൂടെ ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ അതിന് നല്ല കൂടുതൽ ഫലം ഉണ്ടാകും. മാത്രമല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ നാക്കുകള് ഇത്തരം അമലുകളുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ഒരു നോട്ടം ഉണ്ടാവാൻ കാരണമല്ലാതെ അള്ളാഹു നമ്മെ പരിഗണിക്കാൻ അത് കാരണമാകുകയാണ്. അതുകൊണ്ട് തന്നെ ആ രൂപത്തിലേക്ക് ഓരോ അമലുകൾ കേൾക്കുമ്പോഴും അത് ചെയ്യാം. ഇപ്പൊ ഇതൊക്കെ ഇതിൽ സ്ഥിരമായി ചൊല്ലേണ്ടതുണ്ട്, ചില ആവശ്യങ്ങൾ എത്തുമ്പോൾ ചൊല്ലേണ്ട ചില കാര്യങ്ങളുണ്ട്. അപ്പൊ സ്ഥിരമായി ചൊല്ലേണ്ടതും ആവശ്യങ്ങൾ, അപ്പൊ ഒരു നോട്ട് ബുക്ക് എടുത്തിട്ട് നിങ്ങൾ അസ്മാഉൽ ഹുസ്നയുടെ ഒക്കെ എഴുതി വെക്കുന്ന ഭാഗങ്ങളിലെ സൂറത്തുൽ ഫാത്തിഹ എന്നൊരു പ്രത്യേക ഹെഡിങ് കൊടുത്തിട്ട് വളരെ കൃത്യമായിട്ട് എഴുതി വെച്ചാൽ നല്ല ഫലം ലഭിക്കാൻ കാരണമാകും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന ആളുകൾ, വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിച്ച് വർഷങ്ങളായി മക്കളില്ലാത്ത ആളുകളല്ലേ, അവർ ഹോസ്പിറ്റലിൽ കാണിച്ചു, ഒരുപാട് ലക്ഷങ്ങൾ അതിനു വേണ്ടി ചെലവഴിച്ചു. അങ്ങനെ ചെലവഴിച്ചിട്ട് മക്കളാകുന്നില്ല. മക്കളാകാത്ത പ്രയാസം കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള പ്രതിസന്ധിയിൽ അകപ്പെടുന്ന കുടുംബങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ 25-30 വർഷമായിട്ട് മക്കളില്ല, ഇനിയൊരു പ്രതീക്ഷയുമില്ല, IVF ചെയ്തു. അങ്ങനെ ആധുനിക മെഡിക്കൽ സയൻസ് നിർദ്ദേശിച്ചിട്ടുള്ള
സജസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ട്രീറ്റ്മെന്റുകളൊക്കെ അവസാനിച്ച് നിങ്ങൾ നിരാശയോടുകൂടെ ജീവിക്കുകയാണോ എങ്കിൽ ഈ അമൽ ജീവിതത്തിൽ ഒന്ന് പകർത്തി നോക്കൂ. മക്കളില്ലാതെ ആളുകളെ 44 ദിവസം ബിസ്മി ചേർത്തി ഫാത്തിഹ 44 ദിവസം അങ്ങനെ ഓതിക്കൊണ്ടിരിക്കുക. ബിസ്മി ചേർത്തിയിട്ട് 44 ദിവസം ഓത് ഈ പറഞ്ഞ സമയത്ത്. അങ്ങനെ ഒരു തവണ 44 ദിവസം അങ്ങനെ ഓതി, ഒരൊറ്റ പ്രാവശ്യം 44 ദിവസം ഓതി പറഞ്ഞാല് നമ്മള് ഒരു 44 ദിവസം അങ്ങനെ ഓതിക്കഴിഞ്ഞു. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു 44 ദിവസം നമുക്ക് ഫ്രീ ആകുന്ന സമയത്തൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനൊരു 3 തവണയെങ്കിലും ചെയ്യലോടുകൂടെ അവന്റെ ആ ആഗ്രഹം റബ്ബ് സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ചു കൊടുക്കാനുള്ള ഒരു വഴി അല്ലാഹു കാണിച്ചു കൊടുക്കും. അത്ഭുതങ്ങൾ സംഭവിക്കും. മക്കളില്ലാത്ത ആരെങ്കിലും പ്രയാസപ്പെടുന്നവരുണ്ടെങ്കിൽ അവരിലേക്ക് ഇത് എത്തിച്ചു കൊടുത്തൊരിക്കൽ ചെയ്യാൻ പറയും. അപ്പൊ എന്താ ചെയ്യേണ്ടത്? സുബ്ഹ് നിസ്കാരത്തിന്റെ ഫർളിനും സുന്നത്തിനും ഇടയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല സമയം തിരഞ്ഞെടുത്ത് ഒരു 44 ദിവസം. അപ്പൊ ചില സഹോദരിമാരൊക്കെ അത്തരം ഓതാൻ സാധിക്കാത്ത ചില സമയങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുള്ളതാണ്. അത്തരം ഓതാൻ സാധിക്കാത്ത സമയങ്ങള് മാറ്റി നിർത്തിയിട്ടുള്ള 44 ദിവസം ഓതിയാലും മതി. ആ ശുദ്ധിയുള്ള സമയങ്ങളിൽ 44 ദിവസം തുടർച്ചയായി കിട്ടുന്ന അത്രയും ദിവസങ്ങളിൽ ഓതുക. പിന്നെ ഇടയ്ക്കൊരു ഗ്യാപ്പ് വരികയാണെങ്കിൽ കഴിഞ്ഞിട്ട് പിന്നെ ഓതുക. അങ്ങനെ 44 പൂർത്തീകരിച്ചാൽ മതി. അങ്ങനെ ഓതിക്കഴിഞ്ഞാൽ അതിന്റെ ഫലപ്രാപ്തി ഉടനെ തന്നെ ആ കുടുംബത്തിന് കാണാൻ സാധിക്കും. അത് രണ്ടാളും കൂടെ ചെയ്യണം. ദമ്പതികൾ രണ്ടാളും കൂടെ ചെയ്യണം. ഹസ്ബൻഡ് ആൻഡ് വൈഫ് രണ്ടാളും കൂടെ ഒരുമിച്ച് ചെയ്യുമ്പോൾ നല്ല ഫലം ഉണ്ടാകും. പക്ഷെ ഇത് ഫലം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഷർത്ത് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് ഇത് ഇടയ്ക്ക് വെച്ച് മുടങ്ങിപ്പോകാൻ പാടില്ല എന്നുള്ളതാണ്. അതങ്ങനെ ഒരു 3 തവണ നിങ്ങൾ ചെയ്തു നോക്കൂ. ഇൻഷാ അല്ലാഹ് നല്ല ഫലം അത് കാരണമായിട്ടുണ്ടാകും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷവും 7 പ്രാവശ്യം മുടങ്ങാതെ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുന്നവർക്ക് അവന്റെ ജീവിതത്തിൽ വലിയ ബറക്കത്തുകൾ ലഭിക്കാൻ കാരണമാകും. എല്ലാ ഫർദ് നിസ്കാരത്തിന് ശേഷം 20 പ്രാവശ്യം ദായിമാക്കിയാൽ അവന്റെ സമ്പത്തിൽ വർധനവുണ്ടാകും. ഉള്ള സമ്പത്തിൽ വലിയ ബറക്കത്തുണ്ടാകും. അപ്പോ സമ്പത്തിൽ വർധനവുണ്ടാവുക, ഉള്ള സമ്പത്തില് ബറക്കത്തുണ്ടാവുക, ഇത് രണ്ടും പ്രധാനപ്പെട്ടതാണ്. ഈ രണ്ടിനും എല്ലാ ഫർദ് നിസ്കാരത്തിന് ശേഷം 20 തവണ ഫാത്തിഹ ഓതുന്നതിനെ ദായിമാക്കിയാൽ മതി. സുബ്ഹ് നിസ്കാരത്തിന് ശേഷം 125 പ്രാവശ്യം ഫാത്തിഹ ഓതി വരികയാണെങ്കിൽ അവന്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കും. അപ്പൊ ഇതൊക്കെ ഏതെങ്കിലും ഒരു ദിവസം ചെയ്തു വെക്കുക. നമുക്ക് എന്തെങ്കിലും ഒരു ദിവസം എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം സുബ്ഹ് നിസ്കാരത്തിന് ശേഷം ഒരു 125 തവണ ഫാത്തിഹ ഓതുക. നമ്മൾ വിചാരിക്കും 125 തവണ ഫാത്തിഹ ഓതുക എന്ന് പറയുമ്പോൾ വലിയ പ്രയാസമാണ്. ഫാത്തിഹ ഓതുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ ആമീൻ. ഒരു തവണ ഓതിക്കഴിഞ്ഞു. ഇങ്ങനെ വളരെ പെട്ടെന്ന് നമുക്ക് ഓതി തീർക്കാൻ സാധിക്കും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മഹാന്മാരൊക്കെ ഫാത്തിഹ ഓതുന്ന സമയത്ത്, ഫാത്തിഹ എന്നല്ല ഒരുപാട് അമലുകളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ അസ്മാഉൽ ഹുസ്നയുടെ റിയാദകളൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു, അവര് പകല് 80,000 തവണ ഒരു ഇസ്മ ചൊല്ലും, രാത്രിയും 80,000 തവണ ഒരു ഇസ്മ ചൊല്ലും. അങ്ങനെ ചൊല്ലുന്ന സമയത്ത് തന്നെ അവർക്ക് ഒരുപാട് ഷർത്തുകൾ ഉണ്ടായിരുന്നു, കണ്ടീഷൻസ്. എന്താ ഷർത്തുകൾ എന്നറിയോ? അവരുടെ വയറ് കാലിയായിരിക്കണം, നോമ്പെടുത്തിരിക്കണം, അങ്ങനെ ചൊല്ലുന്ന സമയത്ത് തന്നെ ആ രൂപത്തിൽ തന്നെ ആയിരിക്കണം, ഖൽവത്ത് ഉണ്ടായിരിക്കണം. ഇങ്ങനെ ഒരുപാട് ഷർത്തുകൾ പാലിച്ച് അവര് ഇത്തരം അമലുകൾ ചെയ്തപ്പോൾ അള്ളാഹുവിനെ പ്രാപിക്കാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. അങ്ങനെയാണ് ചില അമലുകളൊക്കെ നമ്മൾ അത്ര ആത്മാർത്ഥമായിട്ട് നമ്മുടെ ഷെയ്ഖ് നമുക്ക് നിർദ്ദേശിച്ചു തരുന്നത് പോലെ, നമ്മുടെ ഗുരു നമുക്ക് നിർദ്ദേശിച്ചു തരുന്നത് പോലെ അങ്ങനെ അങ്ങ് ചെല്ലുമ്പോൾ അതിന് കൃത്യമായ ഫലങ്ങൾ ഉണ്ടാകും. ഇപ്പൊ നമ്മൾ നോക്കൂ, അസ്മാഉൽ ഹുസ്നയുടെ റിയാദയെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ലേ? നിങ്ങൾക്കൊക്കെ നമ്മൾ പറഞ്ഞു തന്നിട്ടുള്ള റിയാദ എന്ന് പറഞ്ഞാല് വളരെ ലളിതമായ റിയാദയാണ്, ഏറ്റവും ലഘുവായ റിയാദയാണ് നമ്മൾ പറഞ്ഞു തന്നിട്ടുള്ളത്. എന്നാൽ ഈ അസ്മാഉൽ ഹുസ്നയുടെ റിയാദക്ക് ഒരുപാട് തലങ്ങളുണ്ട്. ആ തലങ്ങളില് ചിലത് നമ്മൾ പറഞ്ഞുതരാം. അഥവാ ഒരു ഗുരുവിന്റെ മുമ്പില്, ഒരു ഷെയ്ഖിന്റെ മുമ്പില് അവരുടെ ശിഷ്യർ വന്നിരിക്കുന്നു. അങ്ങനെ ഇരുന്ന് അവരോട് അസ്മാഉൽ ഹുസ്ന ചൊല്ലാൻ വേണ്ടി പറയുന്നു.
അങ്ങനെ അവർ അസ്മാഉൽ ഹുസ്ന പഠിച്ചത് അവർ ചൊല്ലുന്ന സമയത്ത് നമ്മുടെ മുമ്പിലിരിക്കുന്ന ആ ഗുരുവിന്റെ മുമ്പിലിരിക്കുന്ന ആ ശിഷ്യന്റെ പ്രകൃതം മനസ്സിലാക്കിയിട്ട് ഒരു ഇസ്മ അവർക്ക് ചൊല്ലാൻ വേണ്ടി കൊടുക്കുന്നു. ആ ഇസ്മ ചൊല്ലാൻ വേണ്ടി കൊടുക്കുമ്പോൾ അവരോട് അതിന്റെ ഉപാധികൾ പറയുന്നു. അതെങ്ങനെ തിരഞ്ഞെടുക്കുന്നതെന്ന് ചോദിച്ചാല് അവരോട് ചൊല്ലാൻ വേണ്ടി പറയുമ്പോൾ അവർ ചൊല്ലുമ്പോൾ ആ ഷെയ്ഖിന്, ആ ഗുരുവിന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇവർക്ക് ഇവരുടെ അനാസിർ അനുസരിച്ച് ഇവർക്ക് കൊടുക്കേണ്ട ഇസ്മ ഇതാണ്. അല്ലെങ്കിൽ ചൊല്ലുന്ന സമയത്ത് ഷെയ്ഖിന് അവരുടെ രൂപഭാവങ്ങളില് മാറ്റങ്ങൾ വരുന്നത് കാണാൻ സാധിക്കും. അപ്പൊ അതിനോടനുബന്ധിച്ചുള്ള ഒരു ഇസ്മ കൊടുക്കും. അല്ലെങ്കിൽ ചിലപ്പോ അവരോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ഒരു ദിക്റുണ്ട്, അത് ഇത്രയും തവണ ഇങ്ങനെ ചൊല്ലാൻ വേണ്ടി പറയും ആ ഷെയ്ഖ്. അങ്ങനെ ചൊല്ലാൻ വേണ്ടി ഇങ്ങനെ പറയുമ്പോൾ അവരതിങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഹൃദയത്തിലേക്ക് ഇൽഹാമായിട്ട് ഒരു ഇസ്മ ചൊല്ലാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെടും. ആ ഇസ്മാണ് അവർ ചൊല്ലേണ്ടത്. അങ്ങനെ അസ്മാഉൽ ഹുസ്നയുമായി ബന്ധപ്പെട്ട് കഠിനമായ ഒരുപാട് നിയാദകളുണ്ട്. ഇപ്പൊ നമ്മുടെ മുമ്പിലൊക്കെ പലരും വരുന്ന സമയത്ത് ഒരു ഇസ്മ ഉസ്താദ് ചൊല്ലാൻ വേണ്ടി തരുമെന്ന് ചോദിക്കുമ്പോൾ നമ്മള് മുൻധാരണയോടുകൂടെ ഏതെങ്കിലും ഒരു ഇസ്മ മുമ്പ് തീരുമാനിച്ചു വെച്ചതങ്ങ് പറയലല്ല. അവരത് വന്ന് ഇരുന്ന് സംസാരിക്കുമ്പോൾ അവരുടെ അനാസുർ അനുസരിച്ച്, അവരുടെ പ്രകൃതം അനുസരിച്ച്, അവരുടെ വിഷയങ്ങൾ അനുസരിച്ച് നമ്മളൊരു ഇസ്മ അവർക്ക് ചൊല്ലാൻ വേണ്ടി കൊടുക്കലാണ്. ആ കൊടുക്കുന്ന ഇസ്മിനും അതിന്റെ എണ്ണത്തിനും വരെ പ്രത്യേകതയുണ്ട് എന്നുള്ളതാണ്. അല്ലാഹു അമൽ ചെയ്യുന്ന ഒരുപാട് ആളുകൾക്ക് ഫലം നൽകട്ടെ. അപ്പൊ അങ്ങനെ കഠിനമായ ആ ചില അമലുകളിലേക്കൊക്കെ പ്രവേശിക്കുമ്പോൾ നമുക്ക് മുമ്പിൽ തടസ്സങ്ങളായി നിന്നിരുന്ന പല വിഷയങ്ങളും അവിടെ അത് ലഘുവായി നമ്മുടെ മുമ്പിലേക്ക്, നമ്മുടെ കാൽച്ചുവട്ടിലേക്ക് എത്തും. അതാണ് ദിക്റുകളുടെ ഒരു മഹത്വം. ദിക്റുകളെ കൊണ്ട് രസം കിട്ടിയവർക്ക് മാത്രമേ അതിന്റെ ആ ഒരു ലദ്ദത്ത്, അതിന്റെ രസം, അത് അനുഭവം അത് മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കൂല. ചില വിഷയങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റൂല. അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. അതിൽപ്പെട്ടൊരു വിഷയമാണ് ദിക്റിന്റെ ലദ്ദത്ത്. അതറിയുന്നവർക്ക്, അതനുഭവിച്ചവർക്ക്, അത് ഫീൽ ചെയ്തവർക്ക് മാത്രമേ ആ ഒരു ലദ്ദത്ത് അറിയുള്ളൂ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ സുബ്ഹ് നിസ്കാരത്തിന്റെ ശേഷം 125 പ്രാവശ്യം ഫാത്തിഹ ഓതിക്കഴിഞ്ഞ് അവൻ ചോദിക്കുന്ന ഏത് ആഗ്രഹങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ചു കൊടുക്കും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇത് എഴുതി വെച്ചിട്ട് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ എന്തെങ്കിലും ആഗ്രഹങ്ങൾക്ക് വേണ്ടി ചെയ്യൂ. നിങ്ങളുടെ സ്ഥലം വിൽക്കാൻ വേണ്ടിയിട്ട്, കടങ്ങൾ വിടാൻ വേണ്ടിയിട്ട്, രോഗങ്ങൾ മാറാൻ വേണ്ടിയിട്ട്, ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒക്കെ ഒരു ആഗ്രഹങ്ങൾക്ക് വേണ്ടി ചെയ്താൽ അതിന് നല്ല റിസൾട്ട് ഉണ്ടാകും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ് ഇതൊക്കെ ഓതിയിട്ടാണ് നമ്മൾ കിടക്കാറുള്ളത്. ഇങ്ങനെ ഓതിയിട്ട് കിടക്കുകയാണെങ്കിൽ, ഇത് ദായിമാക്കുകയാണെങ്കിൽ മരണമൊഴികെയുള്ള ഒരു ആഫത്തും അവനെ പിടികൂടുകയില്ല എന്നുള്ളതാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതോതിയിട്ട് നമ്മുടെ കൈവെള്ളയിൽ ഊതണം. 2 കൈകളിലും ഊതിയിട്ട് നമ്മുടെ ശരീരത്തിന്റെ തടവാൻ പറ്റുന്ന ഭാഗങ്ങളിലൊക്കെ, നമ്മുടെ കൈയെത്തുന്ന ഭാഗങ്ങളിലൊക്കെ തടവിയിട്ട് കിടന്നാൽ വലിയ മഹത്വങ്ങൾ ഉണ്ടാകും. അപകടങ്ങളെ തൊട്ട്, പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട്, അതേപോലെ തന്നെ വിഷജന്തുക്കളുടെ കടികളെ തൊട്ടൊക്കെ, അക്രമങ്ങളെ തൊട്ടൊക്കെ ഹൈഫ്ള് ലഭിക്കാൻ കാരണമാകും. ശരീരവേദനയും പുറവേദനയും മാറുവാൻ സൂറത്തുൽ ഫാത്തിഹ ഓതി ശരീരത്തിൽ തടവിയാൽ മതി. അത് ആ വേദനയുള്ള ഭാഗങ്ങളിലൊക്കെ തടവിയാൽ അതിന് ശമനം ലഭിക്കുന്നതായിട്ട് നിങ്ങളിത് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക, ഓരോ അമലുകളും. അപ്പൊ അതിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് തോന്നും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ ചില ഇംഗ്ലീഷ് മെഡിസിൻസ് ഒക്കെ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ കാണിച്ച് മാറാത്ത പല വിഷയങ്ങളും, അത്ഭുതകരമാകുന്ന ചില ദിക്റുകളെ കൊണ്ടും ചില ദുആകളെ കൊണ്ടും ചില ആത്മീയമായ പരിഹാരങ്ങളെ കൊണ്ടൊക്കെ പരിഹരിക്കപ്പെടുന്നത് കണ്ടിട്ടില്ലേ? അതാണ് ഇത്തരം അമലുകളുടെ ഒരു സവിശേഷത. വളരെ പെട്ടെന്ന് ശിഫയാകാൻ കാരണമാകും. സൂറത്തുൽ ഫാത്തിഹ 40 പ്രാവശ്യം ഓതി നമ്മുടെ ആഗ്രഹങ്ങൾ പറഞ്ഞ്, ഞാൻ ഈ പറയാൻ പോകുന്ന ഒരു ദുആഉം കൂടെയുണ്ട്. ആ ദുആഉം കൂടെ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾ ഏത് ആഗ്രഹത്തിന് വേണ്ടിയിട്ടാണോ ചെയ്തത് അത് വളരെ പെട്ടെന്ന് നമ്മിലേക്ക് എത്തും, പൂർത്തീകരിക്കും. അത് നല്ലൊരു ജോലി ലഭിക്കാനാണോ, ഒരു ഗവൺമെന്റ് ജോബ് ലഭിക്കാനാണോ,
വിസിറ്റിംഗ് വിസയിൽ കഴിയുന്നവർക്ക് നല്ലൊരു അവസരം ലഭിക്കാൻ വേണ്ടിയിട്ടാണോ? ഒന്ന് ചെയ്തു നോക്കൂ. ഏതാണ് ദുആ എന്നറിയോ? ഞാൻ എഴുതിയിട്ടില്ല, അതുകൊണ്ട് ഡിസ്പ്ലേയിൽ കാണിക്കാൻ ഇപ്പൊ കഴിയില്ല. ഇലാഹി ഇൽമുക കാഫിൻ അനിസ് സുആൽ ഇക്ഫിനി ബിഹഖിൽ ഫാത്തിഹത്തി സുആലാ وكرمك كاف عن المقال أكرمني بحق الفاتحة مقالا وحصل ما في ضميري. ഇൻഷാ അല്ലാഹ് ഈ ദുആ നമ്മുടെ ഇൻസ്റ്റഗ്രാമിന്റെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. താഴെ ഇൻസ്റ്റഗ്രാമിന്റെ ID ഉണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്താൽ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ ഈ ദുആ നമ്മൾ കൃത്യമായി എഴുതിയത് അയച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഈ ദുആ നിങ്ങൾക്ക് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ അതിൽ പോയാൽ കിട്ടും. എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത്? ഇലാഹി ഇൽമുക കാഫിൻ അനിസ് സുആൽ اكفني بحق الفاتحة سؤالا وكرمك كاف عن المقال أكرمني بحق الفاتحة مقالا وحصل ما في ضميري. ഇതാണ് ദുആ. അപ്പോൾ 40 തവണ ഫാത്തിഹ ഓതിയതിന്റെ ശേഷം ആഗ്രഹങ്ങൾ പറഞ്ഞ് അല്ലാഹുവിനോട് ദുആ ചെയ്യുക. ആ ദുആ ഏതാണ് എന്നിട്ട് അതിന് ശേഷം നമ്മൾ പറഞ്ഞ ആ ദുആ ചെയ്താൽ വളരെ പെട്ടെന്ന് നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു കിട്ടും. സൂറത്തുൽ ഫാത്തിഹ 70 പ്രാവശ്യം ഓതി വെള്ളത്തിൽ ഊതിയിട്ട് മന്ത്രിച്ചു കുടിച്ചാൽ അവന് നല്ല ഉപകാരപ്രദമായ അറിവ് ലഭിക്കാൻ, അതേപോലെ തന്നെ നല്ല ബുദ്ധിശക്തി ഉണ്ടാവാൻ ചെയ്താൽ മതി. ഇത് 7 ദിവസം തുടരണം. അപ്പോൾ നമ്മുടെ മക്കൾക്കൊക്കെ പഠനത്തിൽ വൈകല്യമുള്ള മക്കള് 70 പ്രാവശ്യം ഫാത്തിഹ ഓതിയിട്ട് കൊടുക്കാൻ അധികം പ്രയാസമില്ലല്ലോ. പഠനത്തിൽ വൈകല്യമുള്ള മക്കള്, അതേപോലെ തന്നെ എപ്പോഴും ടീച്ചേഴ്സൊക്കെ മദ്രസയിൽ നിന്ന് സ്കൂളിൽ നിന്നാണ് കംപ്ലൈന്റ് പറയുന്നു, പഠിക്കുന്നില്ല, തീരെ തലേ കയറുന്നില്ലെന്ന് കുട്ടികളും നമ്മോട് പറയുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിലൂടെ പല കുട്ടികളും കടന്നു പോകും. ആത്മീയമായ സൊല്യൂഷൻസ്, സ്പിരിച്വാലിറ്റി അപ്ലൈ ചെയ്യാന്നുള്ളത് അത് നല്ലൊരു പരിഹാരമാണ്. അതുകൊണ്ട് തന്നെ ഇതൊന്ന് ചെയ്തു കൊടുക്കുക. ഒരു 7 ദിവസം നമ്മുടെ മക്കൾക്ക് സൂറത്തുൽ ഫാത്തിഹ 70 പ്രാവശ്യം ഓതിയിട്ട് ഇഷ്ഫി എന്ന് പറഞ്ഞു ഓതിയിട്ട് കുടിക്കാൻ കൊടുക്കുക. ബിസ്മി ചൊല്ലി കൊടുക്കുക, ഇരുന്ന് കുടിക്കുക, തബലക്ക് മുന്നിട്ട് കുടിക്കുക, 3 മുറുക്കായിട്ട് കുടിക്കുക. കുടിച്ചു കഴിഞ്ഞതിന് ശേഷം അൽഹംദുലില്ലാഹ് പറയുക. നല്ല ഫലം ഉണ്ടാകും. ചെയ്തു നോക്കൂ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് മക്കളുണ്ട് നമ്മുടെ മജ്ലിസിൽ പങ്കെടുക്കുന്നവര്. മജ്ലിസുമായിട്ട് എനിക്കൊക്കെ ചില മക്കളൊക്കെ മെസ്സേജ് അയച്ചറിയിക്കലുണ്ട്, ഉസ്താദ് ഞാൻ ഇന്ന് എക്സാമിന് പോകണം ഉസ്താദ് ദുആ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അല്ലാഹു മക്കൾക്കൊക്കെ നല്ല ഫഹ്മും അഖലും കൊടുക്കട്ടെ. ഭാവിയുടെ വരദാനങ്ങളായ നല്ല സ്വാലിഹീങ്ങളായ മക്കളായിട്ട് അല്ലാഹു ആ മക്കളെയൊക്കെ വളർത്തട്ടെ. സൂറത്തുൽ ഫാത്തിഹ സുബ്ഹിന്റെ ഫർളിനും സുന്നത്തിനും ഇടയിൽ 41 പ്രാവശ്യം ഓതിയാൽ നമ്മുടെ കണ്ണുമായി ബന്ധപ്പെട്ട രോഗങ്ങള്, എല്ലുകളുമായി ബന്ധപ്പെട്ട രോഗങ്ങള്, അതിനെ തൊട്ടൊക്കെ ഹിഫ്ള് ലഭിക്കാൻ കാരണമാകും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ചെയ്തു നോക്കുക, എഴുതി വെച്ച് എടുത്തിട്ട് ചെയ്തു നോക്കുക. സൂറത്തുൽ ഫാത്തിഹ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് 41 പ്രാവശ്യം ഓതിയാൽ ആ യാത്ര തീരുന്നതുവരെ റബ്ബിന്റെ കാവലിലായി ും അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സംരക്ഷിക്കും എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ഇതിൽ പറഞ്ഞതിൽ ഫാത്തിഹയുടെ ചെറിയ എണ്ണങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതേപോലെ തന്നെ ഫാത്തിഹയുടെ വലിയ വലിയ എണ്ണങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചെറിയ എണ്ണങ്ങളെ കൊണ്ടുള്ളതൊക്കെ നമുക്ക് എപ്പോഴും എങ്ങനെയും ചെയ്യാൻ പറ്റും. വലിയ എണ്ണങ്ങളെ കൊണ്ടൊക്കെ പറഞ്ഞ വലിയ വലിയതുണ്ട്. ഫാത്തിഹയുടെ റിയാളയൊക്കെ ഉണ്ട്. അതൊക്കെ സാധാരണക്കാർക്ക് അതിന്റെ വലിയ റിയാളകളൊക്കെ കേൾക്കാൻ പോലും സാധിക്കുമെന്ന് അറിയൂല. എന്നാൽ ചില സഹോദരിമാരും ചില ഉപ്പമാരൊക്കെയുണ്ട് നല്ല കഠിനമായിട്ട് റിയാളകൾ ചെയ്യുന്നവര്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ അടുക്കൽ നേരിട്ട് ഇവിടെ കാണാൻ വേണ്ടി വന്ന ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാള്. അപ്പോ നമ്മൾ ആരെയും വിലയിരുത്തരുത് എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം പറയാം. അപ്പൊ നമ്മൾ അവര് കുറെ 1 വർഷത്തോളമായി അവര് നമുക്ക് കോണ്ടാക്ട് ചെയ്യുന്നു, കിട്ടിയിട്ടില്ല, ഇപ്പോഴാണ് കിട്ടിയെന്നൊക്കെ പറഞ്ഞു. അല്ലാഹു അവരുടെ ബിസിനസ്സിൽ വലിയ ഉയർച്ച നൽകട്ടെ. ഇൻഷാ അല്ലാഹ് അവർ വീണ്ടും വരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് അത്തരം ആളുകളുടെ നമ്പേഴ്സ് ഒന്നും സേവ് ചെയ്യപ്പെടാത്തതുകൊണ്ട് ആരാണ് ഏതാണ് വിളിക്കുന്നൊന്നും അറിയൂലല്ലോ. അപ്പോ അവര് നല്ലൊരു
ദിക്റുകളൊക്കെ ജീവിതത്തിലേക്ക് പകർത്തുന്ന ഒരാളാണ്. അവര് പറഞ്ഞത് ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെന്നുണ്ടെങ്കിൽ അവരവരുടെ ബിസിനസ് സംരംഭത്തിലേക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ എല്ലാ ദിവസവും 99 അസ്മാഉൽ ഹുസ്ന അവർ ചൊല്ലിത്തീർക്കുമെന്ന് പറഞ്ഞ്, എല്ലാ ദിവസവും 99 അസ്മാഉൽ ഹുസ്ന ചൊല്ലിത്തീർക്കുമെങ്കിൽ അതൊരു കഠിനമായ ഒരു വിഷയം തന്നെയാണ്. എല്ലാവർക്കും സാധിക്കാത്തൊരു കാര്യം തന്നെയാണ്. എല്ലാ ദിവസവും 99 അസ്മാഉൽ ഹുസ്നയാണ് ചൊല്ലി തീർക്കുന്നത് എങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. അപ്പൊ അവരുടെ വിഷയങ്ങളിലൊക്കെ വലിയ ബറക്കത്ത് ലഭിക്കാൻ കാരണമാകും. പ്രത്യേകിച്ച് 99 അസ്മാഉൽ ഹുസ്ന ചൊല്ലി തീരാൻ എത്ര സമയം വേണം? അത്രയും സമയം അള്ളാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായിട്ടാണ് അവർ സമയം ചെലവഴിക്കുന്നത്. ഒരു മാസമാകുമ്പോ എത്ര ഇസ്മുകളാണ് അള്ളാഹുവിൻ്റെത് അവർ ചൊല്ലുന്നത്. അപ്പൊ കഠിനമായ ചില അമലുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പലതും നമ്മിലേക്ക് എത്തും. അല്ലെങ്കിലും നമ്മളൊക്കെ എപ്പോഴും സൂചിപ്പിക്കാറുണ്ട്, നമുക്കും റബ്ബിനും ഇടയിൽ ആരും അറിയാത്ത ഒരു രഹസ്യ അമലുണ്ടായിരിക്കണം. ഈ വിനീതന് ഒരു 2-3 വർഷക്കാലം കണ്ണൂർ ജില്ലയിലെ ഒരു സ്കൂളില് അധ്യാപകനായിട്ട് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ. അപ്പൊ ആ സമയത്ത് അവിടെ ഒരു ടീച്ചർ, കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചർ, അവര് വളരെ രഹസ്യമായിട്ട് എല്ലാ മാസത്തിലും ഒരു യതീമിന്, എത്ര തുകയാണെന്ന് ഞാൻ പറയുന്നില്ല, ഒരു വലിയ തുക തന്നെയാണ്, അവര് ആ യതീമിന് എല്ലാ മാസത്തിന്റെ അവസാനത്തിലും, അതായത് അടുത്ത മാസം തുടങ്ങുന്നതിന്റെ തൊട്ട് മുമ്പ് അവര് ഒരു എമൗണ്ട് ഇങ്ങനെ കൊടുക്കും. ഇത് ഞാനെങ്ങനെ അറിഞ്ഞു എന്ന് ചോദിച്ചാൽ, എല്ലാ ദിവസവും സ്കൂൾ വിട്ട് ഞങ്ങള് അധ്യാപകരെല്ലാരും കൂടെ പിരിഞ്ഞു പോകും. ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി ഉണ്ടാകും ഓരോ ദിവസവും. അപ്പോ ചിലപ്പോ ഡ്യൂട്ടി ഉള്ള ദിവസം ലേറ്റ് ആയിട്ടായിരിക്കും പോവുക. അങ്ങനെ ഒരു സന്ദർഭത്തില് ടീച്ചർ പോകുന്നത് കാണുന്നില്ല. അപ്പോഴാണ് നമ്മളിത് വേറെ ചില ആളുകളിൽ നിന്ന് മനസ്സിലാക്കിയത്. അപ്പൊ അവര് വളരെ രഹസ്യമായിട്ട് ആ യതീമായ കുടുംബത്തിന് വർഷങ്ങളായിട്ട് കൊടുക്കുന്നത്, വലതു കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടതു കൈ പോലും അറിയാതെ അവരൊരു എമൗണ്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ കുടുംബത്തിന് ഒരു താങ്ങായി അവര് അതിങ്ങനെ എല്ലാ മാസവും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാരും അറിയൂല ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മളും നമ്മുടെ റബ്ബും മാത്രം അറിയുന്ന ഒരു അമല് നമുക്കുണ്ടായിരിക്കണം. ആരെയും അറിയിക്കാൻ വേണ്ടിയല്ല, ഏതെങ്കിലും ഒരു അമൽ, അത് ആരെങ്കിലും സഹായിക്കുന്നതാവട്ടെ, അങ്ങനെ കഴിവില്ലാത്തവർ ഏതെങ്കിലും ചൊല്ലുന്നതാവട്ടെ, എന്തെങ്കിലും ഒരു അമല് ചൊല്ലുന്ന ഒരു അമലാവട്ടെ, ഇതേപോലെയുള്ള സ്വതക്കകളാവട്ടെ, എന്തുമാകാം, അങ്ങനെയുള്ള ഒരു അമല് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. അതെന്തിനാണെന്നറിയോ? എടങ്ങറാകുന്ന സമയത്ത്, കുടുങ്ങുന്ന സമയത്ത് നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കണത്. അത് വെച്ച് റബ്ബിനോട് ദുആ ചെയ്യണം. അല്ലാഹുവേ, അത് നമ്മൾ റബ്ബിനോടുള്ള ബന്ധം പറയണം. ഞാന് എൻ്റെ ഇങ്ങനൊരു പ്രതിസന്ധി ഘട്ടത്തിലാണുള്ളത്, എൻ്റെ കുടുംബത്തിലുള്ള ഇന്നാലിന്നാള് വെന്റിലേറ്ററിലാണുള്ളത്, ഞാൻ ഒരുപാട് നന്മകൾ നിന്റെ വജ്ഹിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. അത് മുൻനിർത്തി ഞാൻ ചോദിക്കുന്നു, അത് ആരെയും കാണിക്കാൻ ചെയ്തതല്ല, എനിക്കത് കാരണമായിട്ട് ഈ വിഷയത്തിൽ നിന്ന് എനിക്ക് സലാമത്ത് നൽകണമെന്ന് പറഞ്ഞ് ദുആ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരൊറ്റ അമലുണ്ടായിരിക്കണം. എനിക്കങ്ങനെ ഒരു അമലുണ്ട്. ഞാനിത് എല്ലാവരും അറിയിക്കല്ല, ഞാനത് ഞാൻ ആ അമലേതെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ എല്ലാവരെയും അറിയിക്കല്ല, ഓരോരുത്തർക്കും അങ്ങനെ ഒരു അമലുണ്ടായിരിക്കണം. ആരെയും അറിയിക്കാത്ത, റബ്ബും നീയും മാത്രം അറിയുന്ന ഒരു അമല്. അത് സ്വതക്ക കൊണ്ടാവട്ടെ, അത് നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കുന്ന ചില ദിക്റുകളാവട്ടെ, അത് കുറച്ചും കൂടെ ഹാർഡായിട്ടുള്ളത്, കുറച്ചും കൂടെ കഠിനമായിട്ടുള്ളത്, അഥവാ കുറച്ച് എഫേർട്ട് എടുത്തിട്ട് പ്രയാസപ്പെട്ട് ചെയ്യുന്ന വിഷയങ്ങളൊക്കെ ആകുമ്പോൾ, തിരക്കുകൾക്കിടയിലും അത് ഒഴിവാക്കാതെ ചെയ്യുന്നതാകുമ്പോൾ, അതൊക്കെ മുൻനിർത്തി ദുആ ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് ഇജാബത്ത് കിട്ടും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഞാനിന്ന് ഫാത്തിഹയെ കുറിച്ച് പറയാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ 21 ചുരുങ്ങിയത് പറയാൻ വേണ്ടി വിചാരിച്ചിരുന്നു. പക്ഷേ നമ്മൾ വിഷയത്തിലേക്ക് എത്തിയപ്പോഴേക്ക് സമയം കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിൽ, വേണമെങ്കിൽ നെക്സ്റ്റ് വീഡിയോ ഒക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് അതിന്റെ ബാക്കി ഭാഗങ്ങളൂടെ നമ്മൾ ഉൾപ്പെടുത്താം. ഇൻഷാ അല്ലാഹ് ഒരാവർത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, നേരിട്ട് കാണാൻ വേണ്ടി വരേണ്ട ഡേറ്റ് അത് ചൊവ്വാഴ്ചകൾ മാത്രമാണ്. ചൊവ്വാഴ്ചയിലാണ് വരേണ്ടത്. എല്ലാ ചൊവ്വാഴ്ചകളിലും ഇല്ല, ഉള്ളത് ചൊവ്വാഴ്ചയാണ്. ഞായറാഴ്ച 10 മണിക്ക് ശേഷം വിളിച്ച് ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമാണ് ചൊവ്വാഴ്ച വരാൻ സാധിക്കുക. ഇൻഷാ അല്ലാഹ്
അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് രോഗികളെ പ്രത്യേകം ദുആക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു രോഗങ്ങൾക്ക് ശിഫ നൽകട്ടെ. കടങ്ങളുള്ളവരുടെ കടങ്ങൾക്ക് അല്ലാഹു വീട്ടിക്കൊടുക്കട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് അല്ലാഹു കാക്കട്ടെ. അവ ഇന്ന് പറഞ്ഞ ഈ വിഷയങ്ങളൊക്കെ ഓർമ്മിക്കുക. അതോടുകൂടെ തന്നെ നമ്മളിപ്പോൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട വിഷയം ഉണ്ടല്ലോ, നീയും നിന്റെ റബ്ബും മാത്രം അറിയുന്ന ഒരു അമൽ ഉണ്ടായിരിക്കണമെന്ന്. ഇതുവരെ അങ്ങനെ ഒന്നില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് ഏതെങ്കിലും ഒരു അമൽ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. ഇടങ്ങറാകുന്ന സമയത്ത് ആ അമൽ മുൻനിർത്തി റബ്ബിനോട് ദുആ ചെയ്യാം. നിങ്ങൾക്കറിയില്ല, ആ ഗുഹയിലകപ്പെട്ട ആളുകൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവര് എല്ലാവരും കൂടെ കണ്ടെത്തിയൊരു തീരുമാനമായിരുന്നു, നമ്മൾ ചെയ്തൊരു അമൽ വെച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്യാം. അങ്ങനെ അവര് ചെയ്ത അമൽ വെച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ ഒരാള് ഉമ്മയെ കാത്തുനിന്ന, വെള്ളത്തിന് വേണ്ടി കാത്തുനിന്ന ഒരു അനുഭവം വെച്ച്, അങ്ങനെ ഉള്ള ചരിത്രം നമുക്കറിയാലോ. അപ്പൊ അത്തരം അമലുകള് പ്രയാസപ്പെടുന്ന സമയത്ത് വളരെ എഫക്റ്റീവ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് ഇൻഷാ അല്ലാഹ് നല്ല രൂപത്തിൽ ഏതെങ്കിലും ഒരു അമൽ എല്ലാവർക്കും ഏറ്റെടുക്കാവുന്നതാണ്. അതൊരു സ്വതക്കയാകാം, നേരത്തെ ടീച്ചർ കുറിച്ച് പറഞ്ഞ പോലെ, അല്ലെങ്കിൽ നല്ലൊരു ദിക്റായിരിക്കാം. ചെറുതൊന്നാവരുത്, അത് മുൻനിർത്തി അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ വലുതായിരിക്കണം. ഒരാള് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഒരു തവണ ചൊല്ലിയിട്ട് അത് ഞാനും റബ്ബ് മാത്രം അറിയുന്നതാണ്, അതിന് ഫലം ഉണ്ടാവും. പക്ഷെ അതൊരു നമ്മൾ അത്രയും പ്രയാസപ്പെട്ട് ചെയ്യുന്ന ഒരു അമലും കൂടെ ആയിരിക്കും. ഇൻഷാ അല്ലാഹ് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എല്ലാവരും ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.